വിവാഹ വാഗ്ദാനം നൽകി പീഡനം. ഈ വാർത്ത നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ചിലപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ ഒരു വരി കൂടെ വായിച്ചേക്കാം. യുവതിക്ക് 2 കുട്ടികളും ഒരു ഭർത്താവുമുണ്ട്. ഈ യുവതിയെയാണ് ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. യുവതിക്കും അങ്ങോട്ട് വിവാഹ വാഗ്ദാനം നൽകാം. ഇപ്പോഴിതാ ഹൈക്കോടതി ഇതിൽ സുപ്രധാനമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ഇതിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹം പ്രലോഭിപ്പിച്ച് ബലാത്സംഗം എന്ന കേസിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. നിയമപരമായി വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹത്തിൻ്റെ പേരിൽ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് യുവതി വിവാഹിതയാണ്, ആ യുവതിയെ വേറൊരു യുവാവിന് വന്ന് വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ശാരീരികമായി ബന്ധപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് കബളിപ്പിച്ചവരെ ഒരിക്കലും ബന്ധപ്പെടാൻ സാധിക്കില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും സ്ത്രീ നിയമപരമായി വിവാഹിതയായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കോടതിയായ FIR റദ്ദാക്കി ബലാത്സംഗ കേസും റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. കേസിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് ശാലിനി സിംഗ് നാഗ്പാൽ പറഞ്ഞു, പരാതിക്കാരി അപേക്ഷകന്റെ വിവാഹ വാഗ്ദാനങ്ങളുടെ സ്വാധീനത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് പറയാനാകില്ല. ഈ കാലയളവിൽ അപേക്ഷകനുമായി സ്ത്രീ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം യുവതി വിവാഹിതയായിരുന്നു. വിവാഹിതയായ സ്ത്രീയുടെ സമ്മതം അത് വിവാഹത്തോടുള്ള അനാദരവാണ് എന്നും കോടതി പറയുന്നു. പ്രായപൂർത്തിയായ ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തുടരുമ്പോൾ അത് വസ്തുതകളുടെ തെറ്റായ അനുമാനത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറിച്ച് വിവാഹ ലംഘനമാണ് എന്ന് ജസ്റ്റിസ് നാഗ്പാൽ വ്യക്തമാക്കി. അത്തരമൊരു കേസിൽ ഹർജിക്കാരനെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാൻ IPC സെക്ഷൻ 90 പ്രയോഗിക്കാൻ കഴിയില്ല. പരാതിക്കാരി ഭർത്താവുമായി വിവാഹിതയാണെങ്കിലും 1 വർഷത്തിലേറെയായി ഹർജിക്കാരനുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിലായിരുന്നുവെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഒരാളെ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുക, അതും വിവാഹിതനായ ഒരാളെ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം അവർ ഓൾറെഡി വിവാഹിതരാണ്. അങ്ങനെയാണെങ്കിൽ അവരത് ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ആ വിവാഹത്തോടുള്ള അനാദരവാണ്. തൻ്റെ ഭാര്യയോടും അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോടും മക്കളോടും ഇവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റുമില്ല എന്നതിൻ്റെ നേരുദാഹരണമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.